ക്രിസോസ്റ്റം തിരുമേനി ജീവിതത്തിലുടനീളം മുറുകെ പിടിച്ച മാനവികതയുടെ സന്ദേശം തന്നെയാണ് സഖാവ് എം എ ബേബിയും അദ്ദേഹം നയിക്കുന്ന CPIM-ഉം ഉയർത്തിപ്പിടിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ തീച്ചൂളയിൽ വാർത്തെടുക്കപ്പെട്ട വിദ്യാർത്ഥി നേതാവിൽ നിന്നും രാജ്യം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ നേതാവായി വളർന്ന സഖാവ് ബേബിയുടെ ജീവിതം ഇന്ത്യയിലെ ഇടതുപക്ഷ പോരാട്ടങ്ങളുടെ ചരിത്രം കൂടിയാണ്. വിവിധ മേഖലകളിലായി പാർട്ടിക്കും നാടിനുമായി അദ്ദേഹം നൽകിയ സംഭാവനകൾ നിരവധിയാണ്. SFIയുടെ ആദ്യ രൂപമായ KSF-ലൂടെയാണ് സഖാവിൻ്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തുടങ്ങുന്നത്. ആ പ്രസ്ഥാനത്തെ പിന്നീട് SFI-ആയി പരിവർത്തിപ്പിച്ചു. ദേശീയ സംഘടനയാക്കി വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാണ് സഖാവ് എം എ ബേബി. ക്യാമ്പസുകളിൽ വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെയും പുറത്ത് പോലീസിൻ്റെയും നിരന്തരമായ ആക്രമണങ്ങൾ കാരണം നിരന്തരം അടിച്ചമർത്തപ്പെട്ടിരുന്ന SFI-യെ ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനമാക്കി മാറ്റുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. അസാമാന്യമായ നേതൃശേഷിയും സംഘാടക മികവും പ്രകടിപ്പിച്ച സഖാവ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ജനശ്രദ്ധ നേടുകയും ചെയ്തു. അടിയന്തരാവസ്ഥയെ നിർഭയം നേരിട്ട ചരിത്രമാണ് സഖാവ് ബേബിയുടേത്. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി ഒരുപക്ഷെ ഇന്ത്യയിലാദ്യമായി ഒരു സംസ്ഥാന തലസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ പ്രകടനം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. സഖാക്കൾ G. സുധാകരനും M. വിജയകുമാറും M. A. ബേബിയുമാണ് ആ പ്രകടനം നയിച്ചത്. നിർദ്ദയമായാണ് പോലീസ് ആ സമരത്തെ നേരിട്ടത്. ബേബി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി നേതാക്കൾ കൊടിയ ലോക്കപ്പ് മർദ്ദനത്തിനും അന്ന് ഇരകളായി. സമരങ്ങൾക്ക് മുന്നിൽ അക്ഷോഭ്യമായ നേതൃമുഖമാണ് സഖാവ് എം എ ബേബി. അടിച്ചമർത്താൻ ശ്രമിക്കുന്തോറും വീര്യം കൂടുന്ന നിർഭയത്വം അദ്ദേഹം എന്നും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ സഖാക്കളെ രക്ഷപ്പെടുത്താൻ എത്തിയ സഖാവ് കുപ്രസിദ്ധമായ തിഹാർ ജയിലിന് മുന്നിൽ ആക്രമിക്കപ്പെട്ടതുൾപ്പെടെ കമ്മ്യൂണിസ്റ്റുകാരിൽ എന്നും ആവേശം വിതറുന്ന ഒട്ടേറെ സംഭവങ്ങൾ ബേബിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കാണാൻ കഴിയും. സംഘാടക മികവിനൊപ്പം തന്നെ ആഴത്തിലുള്ള പ്രത്യയശാസ്ത്രദാർഢ്യവും സഖാവ് ബേബിയുടെ സവിശേഷതയാണ്. മാർക്സത്തിൻ്റെ ബൗദ്ധിക മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കുന്നതിന് സഹായകമായിട്ടുണ്ട്. പ്രാസംഗികൻ, വാഗ്മി, സാംസ്കാരിക നായകൻ എന്നീ നിലകളിലെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ വിഷയങ്ങളിലെല്ലാം സഖാവിനുള്ള പരിജ്ഞാനം പാർട്ടിയുടെ നിലപാടുകൾക്ക് വ്യക്തതയും മൂർച്ചയും നൽകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിൽ പാർട്ടിയെ നയിക്കുക, രാജ്യത്തിലെ ജനാധിപത്യ മതേതര മുന്നേറ്റത്തെ ശാക്തീകരിക്കുക, ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും
ഉചിതമായ കരങ്ങളിലാണ് വന്നു ചേർന്നിരിക്കുന്നത്. ബഹുമുഖമായ പ്രവർത്തന മേഖലകളാണ് ബേബിയുടെ പ്രത്യേകത. സഹൃദയത്വത്തോടെ ഏവരുമായി സംവദിക്കാനും പൊതുലക്ഷ്യങ്ങൾ മുൻനിർത്തി അവരെ സഹകരിപ്പിക്കാനും സദാ സന്നദ്ധമായ ഒരു മനസ്സ് എം.എ. ബേബിക്കുണ്ട്. ക്രിസോസ്റ്റം തിരുമേനിയുമായി ഗാഢബന്ധം സ്ഥാപിക്കാൻ സഖാവിന് കഴിഞ്ഞത് ഈ സവിശേഷത കൊണ്ടുകൂടിയാണ്. മതങ്ങളുടെ വേലിക്കെട്ടുകൾ ഉല്ലംഘിക്കുന്ന മാനവികതയാണ് തിരുമേനിയുടെ ആത്മീയത. ഈ പുരസ്കാരം തീർച്ചയായും സഖാവ് ബേബിക്ക് ലഭിക്കുന്നത് ഉചിതമായ കാര്യമാണ്. സഖാവ് ബേബിയെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് മാർ ക്രിസോസ്റ്റം ഫൗണ്ടേഷൻ്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചതായും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചത്, ക്രിസോസ്റ്റം തിരുമേനിയുടെ പേരിലുള്ള ഒരു ചെയർ MG യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനം കൂടുതൽ നല്ല നിലയിൽ നടത്തുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.